ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. HSC എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇത് ജൂലൈ 2025 ജൂലൈ 1 നടന്ന മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് A ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജനറൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ 20 ക്വസ്റ്റ്യൻ ഇല്ല, 19 ക്വസ്റ്റ്യനോളം എടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ 1891 സമ്മതപ്രായ നിയമമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏജ് ഓഫ് കോൺസ്റ്റൻ്റ് ആക്ട് 1891 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. A, B, C മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി നോക്കാം. 1891 സമ്മതപ്രായ നിയമം നിലവിൽ വരുന്നതിനെതിരെ ദേശീയവാദിയായ ബാലഗംഗാധര തിലകൻ ശക്തിയായി പ്രതിഷേധിച്ചു. ഫൂൽമോണിദാസ് എന്ന ബംഗാളി പെൺകുട്ടി ഭർതൃപീഡനത്താൽ മരിച്ചത് ബ്രിട്ടീഷുകാരെ ഈ നിയമനിർമ്മാണത്തിന് പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. ബഹ്റാൻജി മലബാറി എന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈ നിയമനിർമ്മാണം നടത്തുന്നതിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്രീനാരായണ ഗുരു, ദൈവചിന്തനം, ചട്ടമ്പിസ്വാമി, വേദാധികാര നിരൂപണം, ഗുണ്ടർട്ട്, സ്മരണവിദ്യ, പണ്ഡിറ്റ് കറുപ്പൻ, ലങ്കാമർദ്ദനം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ 1932 ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ആൻസർ ഓപ്ഷൻ എ ഗ്യാൻ ശ്യാംദാസ് ബിർള. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ഡി ചെങ്കുളത്ത് കുഞ്ഞിരാമൻ, കേരള പത്രിക, ദേവ്ജി ഭീംജി, കേരളമിത്രം, മൂർക്കോത്ത് കുമാരൻ, മിതവാദി, KC കുമാരൻ, കേരള കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 1948 എഴുതപ്പെട്ട പ്രസിദ്ധമായ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം സമൂഹത്തിലെ ഏത് ജനവിഭാഗത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി മാത്രമാണ്. നിരാലംബകളുമായ അന്തർജന സ്ത്രീകൾ കഴുത്തൊഴിലുകൾ എടുക്കാൻ പോകുമ്പോൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പം നമുക്ക് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. 2020 ഫെബ്രുവരി 29 നടന്ന ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സൈന്യം പിന്മാറാനും അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും താലിബാനുമായി ധാരണയായി. ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ അമേരിക്കക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ ഒരു ശക്തികളെയും അനുവദിക്കില്ലെന്ന് താലിബാൻ ഉറപ്പ് നൽകി. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ChatGPTയുടെ പൂർണ്ണരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ജിഗ് എക്കോണമി ആയി ബന്ധപ്പെട്ട ശരിയായവ തിരഞ്ഞെടുക്കുക.
ആൻസർ ഓപ്ഷൻ എ ബി മാത്രമാണ് ശരിയായവ. ഗിഗ് സമ്പദ് വ്യവസ്ഥ ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്. മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം കൂടിയാണ്. താൽക്കാലികമായോ അല്ലെങ്കിൽ പാർട്ട് ടൈം വിഭാഗത്തിലോ ആണ് ഈ മേഖലയിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത്. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഭാരതീയ ന്യായ സംഹിതയുമായി BNS ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചില കുറ്റകൃത്യങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ടൂർ ഡി ഫ്രാൻസുമായി ബന്ധപ്പെട്ട ശരിയായതേത്? ആൻസർ ഓപ്ഷൻ ബി ABC. 1903 മുതൽ ആരംഭിച്ച ലോകത്തെ പ്രശസ്തമായ സൈക്കിൾ ഓട്ട മത്സരമാണ് ടൂർ ഡി ഫ്രാൻസ്. 2024 ടൂർ ഡി ഫ്രാൻസ് ആരംഭിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഫ്രഞ്ച് ജനതയെ ഒന്നിപ്പിക്കുക എന്നത് ഈ മത്സരത്തിൻ്റെ ലക്ഷ്യവും കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെൻറ്റിൽ നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ എ 106 ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, 1917 നടന്ന ബാൽഫർ പ്രഖ്യാപനം താഴെ പ്രസ്താവിച്ച ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ജൂതരാഷ്ട്ര രൂപീകരണം. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ രാഹുൽ പണ്ഡിത, അവർ മൂൺ ഹൗസ് ബ്ലഡ് ക്ലോട്ട്സ്, BR അംബേദ്കർ, അനിഹിലേഷൻസ് ഓഫ് കാസ്റ്റ്, അമർത്യ സെൻ, ആർഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ, രാമചന്ദ്ര ഗുഹ, ഗാന്ധി ബിഫോർ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ബിയും ഡിയും ബന്ധപ്പെടാത്തതാണ്. അപ്പോൾ ബന്ധപ്പെട്ടത് നോക്കാം. 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടനയിലേക്ക് ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസത്തെ മാറ്റുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഏജൻസിക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2 പ്രാവശ്യം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി UNHCR. അടുത്ത ക്വസ്റ്റ്യൻ, വേർതിരിച്ചറിയുന്നു, വർഗീകരിക്കുന്നു. ഇത് പ്രധാനമായും ഏതുദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രഹണം. അടുത്ത ക്വസ്റ്റ്യൻ, പഠിതാവിൻ്റെ ശാരീരിക മാനസിക വികാസത്തെ പരിഗണിക്കുന്ന പാഠ്യപദ്ധതി തത്വം? ആൻസർ ഓപ്ഷൻ ബി പക്വന തത്വം. അടുത്ത ക്വസ്റ്റ്യൻ, അതിവർണ്ണനാഭ്യാസം ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സിന്തറ്റിക്.